ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കർട്ടൻ റൈസർ പോലെ മോനായുടെ ചെറിയ അതെ എന്റെ ഒരു ചെറിയ റൈസർ. എന്തിനാണ് അക്ബർ എന്റെ പുറകെ നടക്കണത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തുടരുത്, എന്നെ ഒന്നും വിളിക്കരുത്. എന്താ അനീഷേട്ടാ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ ഒന്ന് പോടാവുന്ന ഒരു കാര്യമില്ലാതെ വർത്താനം ഒന്നും പറയില്ല എന്റെ അനീഷേട്ടാ. ഇതൊക്കെ എന്ത്? അല്ല നെവിൻ എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? ഇയാളൊരു മഹാനെ മാറി. അതെ, ഇവരെല്ലാവരും പല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ. എല്ലാവരും കരച്ചിലും കാട് മാത്രമല്ല ഈ ആർട്ടിഫിഷ്യൽ കൂളേഴ്സ് ഇരുന്നാലും കരയും കിടന്നാലും കരയും കരഞ്ഞോണ്ടേ ഇരിക്കുക. കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ, മാത്രമല്ല പെരുന്നാളിന് അറക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബലിമൃഗമാവാൻ എനിക്ക് മനസ്സില്ല ലാലേട്ടാ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട്, സാബുമാനെ കാണാനില്ല. ആ ലാലേട്ടാ ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ലാലേട്ടൻ ക്യാപ്റ്റൻ ആയ ശേഷം കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഹലോ ആര്യൻ, എനിക്കൊന്നും അറിയില്ല ചേട്ടാ, ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം ചേട്ടാ, അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഒരു ക്ലാരിറ്റി എൻ്റെ ആയിട്ടുള്ള ചേട്ടാ. അപ്പോൾ ആണെങ്കിൽ എപ്പോഴും പറയില്ല ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ചേട്ടാ. തനി രാവണൻ 10 തലയായവന്. ഷാനവാസ്, ഇപ്പൊ കളിയൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? കളിയൊക്കെ സീക്രട്ട് ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? Why are you disturbing my peace? അല്ല മോനെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. ഇയാൾ എന്താണിത്? എന്ത് ചോദിച്ചാൽ അക്ബർ നിർത്തടാ, കേട്ടെടുത്തോളം മതി. എല്ലാ അസൂയാലുക്കളാ. കണ്ടില്ലേ, ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ഏരിയയിലെ പണി കിട്ടിയിരിക്കുന്നത് വേറെ ആർക്കുമില്ല, എനിക്കാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ